തിരക്കായിട്ട് വീട്ടിൽ പോയിട്ട് വരാം. എവിടെ? ശരി ശരി ശരി, ഓക്കെ, കയറിക്കോ. ഷൂ ഇടട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ ഒരുപാട് ആഴ്ചകൾക്ക് ശേഷം ഏകദേശം 2 മാസത്തിന് ശേഷം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വഴിയൊക്കെ നല്ല കുളമായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇത്രയും ലേറ്റ് ആവാറില്ല, ഏകദേശം മന്ത്ലി പോവാറുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകിയതാണ്. നമ്മളിത് ഒലോക്കോട് ജംഗ്ഷൻ എത്തിയിട്ടോ. സലിംകുമാറിന്റെ ഒരു ഡയലോഗിലത്തെ പോലെ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്നുള്ള കണക്കാണ്. നമ്മൾ എവിടേക്ക് ഇറങ്ങിയാലും റോട്ടിൽ ഇതുപോലെ ട്രാഫിക് ആയിരിക്കും. ഒലവക്കോട് ജംഗ്ഷനിലെ ട്രാഫിക് അത്ര റെയർ കേസ് ഒന്നും അല്ല കേട്ടോ, എപ്പോഴും ഉള്ളതാണ്. കാരണം വേറൊന്നുമല്ല, 2 അറ്റത്തും 4 കൂടി മുക്കാണ്. അത് ജോയിന്റ് ആവുന്ന ഈ ഒരു റൂട്ടിലൂടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. എനിവേ, ഈ റൂട്ടിലൂടെ പോകുന്ന മിക്കവാറും പേരും ഈ ഒരു ട്രാഫിക് ഒക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കും യാത്ര ചെയ്യുന്നുണ്ടാവുക. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിന്റെ ഒറ്റ നടുക്കിലൂടെ തന്നെ ഒരുപാട് പശുക്കളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് സ്പീഡിൽ പോകുന്നവർക്ക് ഈ പശുക്കളൊക്കെ ശരിക്കും ഒരു ഭീഷണിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ കയറിയിട്ടുണ്ട്. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ടാങ്ക് ഒക്കെ ഒന്ന് പകുതിയെങ്കിലും ആക്കി വെക്കണ്ടേ. ഈ കാറിന്റെ ഡ്രൈവർക്ക്, അതായത് എന്റെ ഭർത്താവിന്, ചെറിയൊരു ഹാബിറ്റ് ഉണ്ട് കേട്ടോ. എപ്പോൾ പെട്രോളിക്കാൻ കയറിയാലും എയർ ചെക്ക് ചെയ്യണം. നിങ്ങൾ അതുപോലുള്ള ആൾക്കാരാണെങ്കിൽ താഴൊന്ന് കമന്റ് ചെയ്യൂട്ടോ. ഏറ്റവും രസം എന്താണെന്നറിയോ, പെട്രോൾ പമ്പിലേക്ക് കയറുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇറങ്ങുന്ന സമയത്ത് നല്ല പേരും മഴയായിരുന്നു. എനിക്കിതുപോലെ ഒരു വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ രാവിലെയൊക്കെ നേരത്തെ ഇതുപോലെ ഒരു ലോങ് ഡ്രൈവ് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് മഴ കൂടി ഉണ്ടെങ്കിൽ, നല്ലൊരു പാട്ട് കൂടി ഉണ്ടെങ്കിൽ നല്ല വൈബാണ്. നമ്മൾ NH പോകുന്നത്. നമ്മളിപ്പോൾ കല്ലടിക്കോട് എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പം ഇവിടെ നല്ലൊരു ചായക്കടയുണ്ട്, മണിയേട്ടൻ്റെ ചായക്കട. ഇവിടെ നിന്നുള്ള സ്നാക്സ് ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ വഴി കടന്നു പോയിട്ടുള്ളവർ ഒരിക്കലെങ്കിലും ഇവിടെ കയറാതെ പോയിട്ടുണ്ടാവില്ല. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഇവിടുത്തെ ചായയും കടിയൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ടേസ്റ്റും വേറെ ലെവലാണ് കേട്ടോ. എത്ര ടേസ്റ്റി ആണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ളൊരു ചായക്കട നമ്മൾ അത്ര മൈൻഡ് ആക്കാറില്ല. നമ്മളതുപോലെ പുറത്തുനിന്നുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. എനിവേ, ഇതുപോലൊരു മഴയത്ത് ചൂട് ചായ കുടിച്ചിട്ടില്ലെങ്കിലും കടിയെങ്കിലും കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. പൊതുവേ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ? പക്ഷെ ഇതിപ്പോൾ മഴയും കൂടി ആയപ്പോൾ നമ്മുടെ മണിയേട്ടൻ്റെ ചായക്കടയിലെ ചൂട് പഴംപൊരി മുട്ടബജ്ജിയൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടോ. മണിയേട്ടൻ്റെ ചായക്കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടാക്കുന്നത് മാത്രമേ നമ്മൾ കാണുള്ളൂ, കഴിക്കുന്നതായിരിക്കും പിന്നെ കാണുന്നത്. കാരണം എപ്പോഴും അത്രയും തിരക്കായിരിക്കും. ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. സ്റ്റോർ ചെയ്യുന്ന കലാപരിപാടിയൊന്നും ഇവിടെ കാണാറില്ല കേട്ടോ. അതുപോലെ ചില ദിവസങ്ങൾ ഇവിടെ പാർക്കിങ്ങിന് പോലും സ്ഥലം ഉണ്ടാവാറില്ല. ഒരു വട്ടം കഴിച്ചവര് പിന്നെ ഈ വഴി പോകുമ്പോൾ ഇത് മിസ് ചെയ്യാറില്ല. എനിവേ, നല്ല മഴ, നല്ല പഴംപൊരി, എന്താല്ലേ. നമ്മളിവിടെ നിന്നും മുട്ടബജ്ജി കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടബജ്ജിക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മുട്ടബജ്ജിയൊക്കെ പലയിടത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് അത് നമ്മൾ കഴിച്ചിട്ട് തന്നെ അറിയണം കേട്ടോ. പറഞ്ഞത് ഒന്നും ആയില്ല. ഇതൊരു നല്ല വൈകുന്നേര സമയമാണ് കേട്ടോ. മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് മഴ പെയ്യും, അടുത്ത സെക്കൻഡ് തന്നെ മഴയൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു പ്രത്യേക തരം കാലാവസ്ഥയാണ് ഇപ്പോൾ. അത് പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുന്നത്. കാരണം ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും മഴയും വെയിലൊക്കെ മാറി മാറി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ഏകദേശം ഒരു 1 hour മേലെ ട്രാവലിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇതിലേക്കുള്ള യാത്ര എപ്പോഴും വളരെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരിക്കും. കാരണം വളരെ സന്തോഷത്തോടു കൂടി, പ്രത്യേകിച്ച് തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. നമുക്ക് കുറച്ച് സ്നാക്സ് കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് വരാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സോനും എൻ്റെ കൂടെ തന്നെ വന്നു. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഐറ്റംസ് മാറും, ബില്ലിൻ്റെ എമൗണ്ട് കൂടും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതെൻ്റെ സ്കൂളാണ്. എപ്പോഴും ഒരു വട്ടം പോലും മിസ് ചെയ്യാതെ ഇവിടെ എത്തുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണു പോകുന്ന സ്ഥലമാണിത്. പിന്നെ പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ടുള്ള എൻ്റെ നാടെത്തി എന്ന് പറഞ്ഞാൽ ഇനിയുണ്ട് കേട്ടോ കിലോമീറ്ററുകൾ കുറച്ചുകൂടി. എങ്കിലും ചില ടേണിംഗ് ഒക്കെ എത്തുമ്പോൾ നമ്മുടെ നാടെത്തി എന്നുള്ളൊരു ഫീലായിരിക്കും. ഈ 2 മാസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാ! പുതിയ വീട്, പുതിയ കട, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. പുഴയൊക്കെ നിറഞ്ഞൊഴുകുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. സന്തോഷം കൊണ്ട് ഒരു പാട്ടായാലോ? പച്ചിലമേഞ്ഞൊരു കാടും. വീടെത്താനാകുമ്പോൾ സോനൊരു സ്വഭാവമുണ്ട്. അവന് വഴിയിൽ നിന്ന് തന്നെ ഇറങ്ങി കാറിന്റെ മുന്നിലൂടെ ഓടണം, കാറിനേക്കാളും മുന്നിലെത്തണം. അങ്ങനെ മുന്നിൽ പോയിട്ട് അമ്മമ്മയോട് പറയണം ഞങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഉദ്ദേശം. അപ്പോൾ കാർ ഞങ്ങൾ സ്ലോ ചെയ്ത് നിർത്തി. അവൻ മുന്നിൽ ഓടുന്നത് വരെ വെയിറ്റ് ചെയ്യും. കാർ അനങ്ങിയപ്പോൾ അവൻ അവിടെ നിന്നിട്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുകയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കുറച്ച് സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്തു. അവൻ മുന്നിൽ ഓടിയിട്ട് വീട്ടിലുള്ളവരത്തൊക്കെ ആദ്യം പോയി പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ അല്ലേ. സോനിന്റെ ബെസ്റ്റ് ബഡ്ഡി കസിൻ അഹാൻ അവിടെ വെയിറ്റിംഗിലാണ്. അങ്ങനെ സോന് വീടെത്താനായപ്പോഴേക്കും ഞങ്ങൾ പതുക്കെ കാറൊക്കെ എടുത്ത് മൂവ് ചെയ്തു. ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അവനത് വലിയ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. വീട്ടിലേക്ക് കയറുമ്പോഴത്തേനും അമ്മ വിളക്ക് കൊളുത്തുന്ന നേരമായിട്ടുണ്ടായിരുന്നു. എനിവേ നല്ല ടൈമിംഗ് ആണ്. ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് വീട്ടിലേക്ക് കയറാം. അഹാനും അഹാന്റെ അമ്മയും അതായത് എൻ്റെ സിസ്റ്ററൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ചോളം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ശരിക്കും വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ കാണുന്നുള്ളത് പോലെ തന്നെ ഭക്ഷണം അതൊരു മെയിൻ ഫാക്ടറാണ് കേട്ടോ. ഭക്ഷണം എപ്പോഴും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടാവും. ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂ ഒക്കെ വെക്കുന്നുണ്ട്. ഞാൻ അടുക്കളയ്ക്ക് പോകുമ്പോൾ എൻ്റെ സിസ്റ്റർ ചിക്കൻ സ്റ്റൂ വെക്കാനുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്കുള്ള സെറ്റിംഗ് ഒക്കെ ചെയ്തു. നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ആ വിരുന്നുകാരെ പോലെ ഇരിക്കാൻ പാടില്ല. ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറി. അനിയത്തി നല്ലൊരു കുക്കാണ് കേട്ടോ. അവളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തൊട്ടും പിടിച്ചേക്ക് നിന്നാൽ മതി, അവളെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഇപ്രാവശ്യം സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ ഇവളുടെ ഹൈദരാബാദി ബിരിയാണി കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെയാണ്, വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്ലാൻ ആയിരിക്കും, പക്ഷെ നടക്കുന്നത് കുറച്ച് മാത്രമായിരിക്കും. അടുത്ത വരവിലെങ്കിലും എൻ്റെ പ്ലാനെല്ലാം നടക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.